എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NIOS +2 വിദ്യാർത്ഥികളെ, ഈ മാസം മുതൽ നിങ്ങളുടെ ഒക്ടോബർ ബാച്ചിന്റെ എക്സാം ആരംഭിക്കുകയാണല്ലേ. അപ്പോൾ ഈ മാസം 28-ാം തീയതിയാണ് നമ്മുടെ ഹിസ്റ്ററി എക്സാം. ഇനി ഡേറ്റിൽ മാറ്റം വരുമോ എന്നറിയില്ല. അപ്പോൾ 28-നാണ് ഹിസ്റ്ററി. നമ്മൾ കുറേ വിദ്യാർത്ഥികൾ ഹിസ്റ്ററി ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുറച്ച് പേര്, അവർക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയവരും പഠിക്കുക, അതുപോലെ തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടി നമ്മൾ 10 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എല്ലാ ചാപ്റ്ററിൽ നിന്നും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി മുതൽ ഡിസ്കസ് ചെയ്യുന്നത്. 10 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ 4 മാർക്കിൻ്റെതും അതുപോലെ 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ ഉള്ളതിൽ നിന്നും 5 ചാപ്റ്ററുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ 5 ചാപ്റ്ററുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ക്ലാസ് ചെയ്ത് പ്ലേലിസ്റ്റ് നോക്കിയാൽ അറിയാം, 5 ചാപ്റ്ററുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി 6ാമത്തെ ചാപ്റ്റർ മുതൽ അങ്ങോട്ടുള്ളതിൽ നിന്നും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കിനി ആ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ 5 ചാപ്റ്ററുകളിലുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. ഞാനത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആ ചാപ്റ്ററുകൾ നോക്കി ആ ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കുക. തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, 6ാമത്തെ ചാപ്റ്റർ മുതൽ നിങ്ങൾക്ക് അത് ഞാൻ വിശദമായിട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ആൻസർ കൂടി പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മൊഡ്യൂൾ ഫസ്റ്റിലുള്ളതിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതായിട്ടൊന്നും ഇല്ല. 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് നിയോലിത്തിക് ഏജിനെ കുറിച്ച് എഴുതാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നിയോലിത്തിക് ഏജ് എന്താണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അത് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാരപ്പൻ സിവിലൈസേഷൻ. കഴിഞ്ഞ വർഷം 10 മാർക്കിന് അത് ചോദിച്ചില്ല എങ്കിലും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഹാരപ്പൻ ജനതയുടെ ജീവിത സോഷ്യൽ ലൈഫ്, അതിനെക്കുറിച്ച് എഴുതാനായിട്ടുണ്ടാവും. അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ്, പിന്നെന്താണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അതെല്ലാം പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. അത് ചാപ്റ്റർ 3-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ 4-ൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ലേറ്റർ വേദിക് പീരീഡ്, ലേറ്റർ വേദിക് ഏജിനെ കുറിച്ച് എഴുതാനായിട്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ റൈസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഓഫ് മഹാജനപദാസ്, മഹാജനപദങ്ങളുടെ ഉദയത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ എഴുതാനായിട്ടുള്ളത് 5ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. അതും മുൻവർഷങ്ങളിൽ ചോദിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റൈസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മഗധ, മഗധ സാമ്രാജ്യത്തിന്റെ ഉദയത്തെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും എഴുതാൻ. അതും ചാപ്റ്റർ 5-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ 5 ചാപ്റ്ററിൽ നിന്നുള്ളത് ഞാൻ പ്രധാനപ്പെട്ടത് പറഞ്ഞുതരാം. അതുപോലെ ഓരോ മൊഡ്യൂളിൽ നിന്നും പ്രധാനപ്പെട്ട ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിലുള്ള പ്രയോജനം, നിങ്ങൾക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മാർക്കിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യേണ്ട, പ്രത്യേകം പഠിക്കേണ്ടി വരുന്നില്ല. ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് 4 മാർക്കിനൊക്കെ കൂടി എഴുതാനായിട്ട് കിട്ടും. അപ്പൊ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. അപ്പൊ മഗധയും മഹാജനപദാസും ഹാരപ്പൻ സിവിലൈസേഷനും എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമ്മൾ 5 ചാപ്റ്റർ വരെ നമ്മൾ പഠിച്ചതാണ്. 6ാമത്തെ ചാപ്റ്റർ മുതൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മൗര്യ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് എഴുതാനായിട്ട്. മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് എഴുതുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, മൗര്യ സാമ്രാജ്യത്തിന്റെ അധപതനത്തെ കുറിച്ച് എഴുതാനായിട്ട്, ഡിക്ലൈൻ ഓഫ് മൗര്യ എംപയർ. അപ്പോൾ ഇതുകൂടി നോക്കി വയ്ക്കുക. 5 ചാപ്റ്ററുകളിൽ നിന്നായിട്ട് നിങ്ങൾ ഈ 6 ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട ഈ 6 ക്വസ്റ്റ്യൻസ് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. വരുന്ന ദിവസങ്ങളിൽ ഞാൻ 6ാമത്തെ ചാപ്റ്റർ മുതൽ അങ്ങോട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരാം. എന്താണ്, പല കുട്ടികളും
പറഞ്ഞിരുന്നു. ഇതുവരെയും അവർക്ക് ഒരു സെൻറ്ററിൽ നിന്നും ക്ലാസ്സുകളൊക്കെ ലഭിക്കാത്ത ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്താണ്, ഒരു രീതിയിലും നോട്ട്സോ ടെക്സ്റ്റോ ഒന്നും ലഭിക്കാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായി, എല്ലാവർക്കും വേണ്ടിയിട്ടാണെങ്കിലും അവരെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. പെട്ടെന്ന് ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ടൊരു 60% മാർക്കെങ്കിലും വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം നമുക്ക് എന്തായാലും ശ്രമിക്കാം. ബാക്കിയുള്ള ക്ലാസ്സുകളിൽ തുടർന്ന് 6ാമത്തെ ചാപ്റ്റർ മുതൽ നമുക്ക് അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. എന്താണ് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത് കൂടി നിങ്ങൾ അറിയിക്കുക. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ചാപ്റ്ററുകളുമായി കാണാം. താങ്ക് യു.